കുടുംബം കേരളത്തിലെത്തിയിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂവെന്ന് റിപ്പോർട്ട്. അസമിൽ നിന്ന് കേരളത്തിലേക്കാണ് ആദ്യമായി പെൺകുട്ടി ട്രെയിൻ യാത്ര നടത്തിയതെന്നും പിതാവ് പറഞ്ഞു. കാണാതാകുമ്പോൾ താൻ വീട്ടിലില്ലായിരുന്നുവെന്നും പെൺകുട്ടിയുടെ അമ്മയും വെളിപ്പെടുത്തി. പെൺകുട്ടിയെ കൂടാതെ 3 മക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൻ ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് എന്നും കുടുംബം പറയുന്നു. അമ്മയോട് പിണങ്ങി ഇന്നലെ രാവിലെയാണ് 13-കാരി കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 40 രൂപയും വസ്ത്രങ്ങളടങ്ങിയ ബാഗും മാത്രമാണ് കുട്ടിയുടെ കയ്യിലുള്ളത്. പെൺകുട്ടിക്ക് ആസാമീസ് ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. നേരത്തെ തിരുവനന്തപുരത്ത് നിന്ന് അസമിലേക്കുള്ള അരോണൈ എക്സ്പ്രസിൽ കുട്ടിയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടെത്തിയ ട്രെയിനിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു. എന്നാൽ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായാണ് ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ ട്രെയിനിൽ കുട്ടിയുടെ വശത്തുള്ള സീറ്റിലിരിക്കുകയായിരുന്ന ഒരു യാത്രക്കാരിയാണ് പോലീസിന് നിർണായക വിവരം കൈമാറിയത്. ട്രെയിനിലെ യാത്രക്കാരി പെൺകുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മലയാളം വശമില്ലാത്തതിനാൽ നടന്നില്ല. പെൺകുട്ടിക്ക് ആസാമീസ് ഭാഷ മാത്രമേ വശമുള്ളൂ. അതേസമയം പെൺകുട്ടി അല്പം ദേഷ്യത്തിലായിരുന്നുവെന്നും പാറശാല വരെ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ചിത്രം പകർത്തിയ ബബിത പറഞ്ഞു. ട്രെയിനിൽ തിരക്കിലായിരുന്നുവെന്നും പെൺകുട്ടി തനിച്ചായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ട്രെയിനിൽ വെച്ച് കുട്ടി കരയുന്നത് കണ്ടാണ് ചിത്രം പകർത്തിയത് എന്ന് യാത്രക്കാരിയായ ബബിത പറയുന്നു. ഫോട്ടോ തിരിച്ചറിഞ്ഞാണ് കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. തമ്പാനൂരിൽ നിന്നാണ് കുട്ടി ട്രെയിനിൽ കയറിയതെന്നും ബബിത പറയുന്നു. നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. കുട്ടി കരയുന്നത് കണ്ടാണ് ചിത്രം പകർത്തിയത്. തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ട് കുട്ടി കരച്ചിൽ നിർത്തി. കുട്ടി ധൈര്യത്തോടെയാണ് ഇരുന്നത്. വീട്ടിൽ ധരിക്കുന്ന തരത്തിലെ വസ്ത്രങ്ങളാണ് കുട്ടി ധരിച്ചിരുന്നത്. ഇതും സംശയത്തിനിടയാക്കി. വീട്ടിൽ നിന്ന് പിണങ്ങി വന്നതായിരിക്കുമോ എന്ന് സംശയിച്ചിരുന്നു. എന്നാൽ കുട്ടിയുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മുഖത്തേക്ക് പോലും കുട്ടി നോക്കിയില്ല. കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ യാത്രക്കാരിയാണ് കുട്ടി തമ്പാനൂരിൽ നിന്നാണ് കയറിയത് എന്ന് പറഞ്ഞത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ചിത്രം പകർത്തിയത്. കുട്ടിയുടെ ബാഗിൽ നിറയെ പൊടിയുണ്ടായിരുന്നു. എവിടെയെങ്കിലും വീണതാകാമെന്ന് തോന്നുന്നു. ഞാൻ നെയ്യാറ്റിൻകര ഇറങ്ങി. രാത്രി നല്ല കാറ്റായിരുന്നതിനാൽ പുലർച്ചെ എഴുന്നേറ്റു. തുടർന്ന് ഫോണിൽ ന്യൂസ് കണ്ടപ്പോഴാണ് കാണാതായ കുട്ടിയുടെ ചിത്രമാണ് താൻ പകർത്തിയതെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് പുലർച്ചെ 4 മണിയോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ പാറശാലയിലാണ് ഇറങ്ങിയത്. കുട്ടി അവിടെ വരെയും ട്രെയിനിലുണ്ടായിരുന്നുവെന്ന് അവർ പറയുന്നു. കുട്ടിയുടെ കയ്യിൽ 40 രൂപയും ഒരു ടിക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ 10:15ഓടെയായിരുന്നു സംഭവം. കുട്ടിയുടെ പിതാവ് ഹുസൈനും മാതാവും 3 പെൺമക്കളുമാണ് വീട്ടിലുള്ളത്. രാവിലെ തസ്മിൻ 6ഉം 9ഉം വയസ്സുള്ള സഹോദരിമാർക്കൊപ്പം വഴക്കിട്ടിരുന്നു. തുടർന്ന് അമ്മ ശകാരിച്ചതിൽ മനംനൊന്ത തസ്മിൻ വസ്ത്രങ്ങളും എടുത്ത് വീട് വിട്ടു പോകുകയായിരുന്നു. അൻവർ ഹുസൈൻ കഴക്കൂട്ടം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഹുസൈനും ഭാര്യയും സമീപത്തുള്ള സ്കൂളിലെ ജോലിക്കാരാണ്. 1 മാസം മുമ്പാണ് കുടുംബം ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്തെത്തിയത്. മാതാപിതാക്കൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് തസ്മിനെ കാണാനില്ലെന്ന് മനസ്സിലായത്. സഹോദരിമാരോട് തിരക്കിയപ്പോൾ ബാഗിൽ തുണികളുമായി പോകുന്നത് കണ്ടുവെന്നാണ് പറഞ്ഞത്. തസ്മിൻ കണിയാപുരം മുസ്ലിം ഗേൾസ് ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയെങ്കിലും ഇതുവരെയും പഠിക്കാനെത്തിയിട്ടില്ലെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു. തുടക്കത്തിൽ പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലായിരുന്നു. നിറയെ ഇടവഴികളുള്ള പ്രദേശമായത് അന്വേഷണത്തിന് വെല്ലുവിളിയായി. കുട്ടിക്ക് ആസാം ഭാഷ മാത്രമാണ് അറിയുന്നത്. വിവരം കിട്ടുന്നവർ 9497960113 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. കുട്ടിക്കായുള്ള തിരച്ചിലിന്റെ തൃശൂർ തിരുപ്പൂരിൽ നിന്ന് കാണാതായ മറ്റൊരു കുട്ടിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.